ഒരു സൂക്തമുണ്ട്, സെക്ക സൂക്തം. ഈ സെക്ക സൂക്തത്തിൽ ഒരു ഭിക്ഷു അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തി എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് വന്നത് അഭ്യസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ആ വ്യക്തിയെ ശീലം അഭ്യസിപ്പിക്കും. അതായത് കൊല്ലരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത്, ഇത് ചെയ്യാൻ പറയും. അടുത്തത് ഇന്ദ്രിയ സംവരണം, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറയും. അതായത് നല്ല രൂപങ്ങളെ കണ്ട് അതിൽ സുഖത്തെ ആസ്വദിക്കരുത്, അതേപോലെ തന്നെ ഗന്ധത്തെ ആസ്വദിക്കരുത്, അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ പറയും. മൂന്നാമത്തത് മാത്രയ്ക്കനുസരിച്ചുള്ള ഭക്ഷണം, അതായത് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല, ആവശ്യത്തിനുള്ള ഭക്ഷണം. അടുത്തത് ജാഗരീയം, അതായത് എല്ലാ സമയത്തും നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കുന്ന അവസ്ഥ, അങ്ങനെ നമ്മുടെ 5 നൈവരണങ്ങളെയും ഒഴിവാക്കുന്ന അവസ്ഥ. അടുത്തത് 7 നല്ല ഗുണങ്ങൾ ഒരു ഭിക്ഷു ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. അടുത്തതായിട്ട് പറയുന്നത് 4 ധ്യാനങ്ങളാണ്. 4 ധ്യാനങ്ങൾ അഭ്യസിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സാധാരണ ഒരു ഭിക്ഷു ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ ഭിക്ഷുവിനോട് ചെയ്യാൻ പറയുന്നത്.